ഹലോ ഹായ് നമസ്കാരം. ഇന്ന് മെയ് മാസം 19-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം. ഇന്ന് EK നായനാരുടെ ഓർമ്മ ദിനമാണ്. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 22 വർഷങ്ങൾ കഴിയാണ്. ഇന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തെ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി വളരെ ആക്സസിബിൾ ആവുന്നു. ജനങ്ങൾക്കിടയിലേക്ക് പോയ മുഖ്യമന്ത്രി ആദ്യത്തെ ആൾ ഇന്നയാളാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, നേരെയൊവേ SMS പോലും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ജനങ്ങളുമായി സംവദിച്ചൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ലൈവായി കേൾക്കുകയും അതിനുള്ള മറുപടികൾ പറഞ്ഞു കൊടുക്കുകയും മാത്രമല്ല ചെയ്തിരുന്നത്, അത് ആക്ച്വലി ഒരുപാട് ആളുകൾക്ക് റിലീഫ് കൊടുത്തൊരു പരിപാടിയൊക്കെ ആയിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന് പറയുന്ന ടെലിഫോൺ പ്രോഗ്രാമിൽ അദ്ദേഹം പറയുന്ന മറുപടികൾ കേൾക്കാൻ വേണ്ടിയിട്ടിരുന്ന് ഓ ഞമ്മടെ ആളാ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനൊരു ചിരിയും ഒക്കെ ഉണ്ട്. അത് ഒരുപക്ഷെ 90s കിഡ്സിൻ്റെ കുട്ടിക്കാലം വരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. 3 തവണയായിട്ട് 11 വർഷത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ള ആളാണ് EK നായനാർ. അദ്ദേഹത്തിൻ്റെ 22ാമത് ഓർമ്മ ദിനത്തിൽ കേരളത്തിലെ 21 അംഗ മന്ത്രിസഭ അധികാരമേറ്റ് പിന്നീട് സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. VD സതീശൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ എണ്ണം പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് മൊത്തം മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരാണ്. അതിൽ 14 പേര് ഫ്രഷേഴ്സാണ്. ആദ്യമായിട്ടാണ് അവർ മന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായും അത് ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇതിനു മുൻപ് ഈ പറയുന്ന മന്ത്രി പദത്തിലിരിക്കുകയും അതിൻ്റെ റെസ്ട്രിക്ഷൻസും പരിപാടികളും ഒക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പക്ഷേ പുതിയ പദ്ധതികളോട് അവരെങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള നമ്മൾ എപ്പോഴും വിചാരിക്കുമല്ലോ. ഈ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് പുതിയ കാര്യങ്ങളോട് വിമുഖതയുണ്ടെന്ന്. അതങ്ങനെയെല്ലാം തെളിയിച്ചിട്ടുള്ള മന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ ആശയങ്ങൾ ഉണ്ടാവുമെന്നും അതിൻ്റേതായിട്ടുള്ള എനർജി ഉണ്ടാവുമെന്നും ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ മന്ത്രിസഭയിലുണ്ട്. അവരോടൊപ്പം ഈ പുതിയ രക്തം അല്ലെങ്കിൽ പുതിയ പ്രതീക്ഷകളൊക്കെ ചേരുമ്പോൾ തീർച്ചയായും വളരെ കാര്യക്ഷമമായ ഒരുപാട് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ മന്ത്രിമാരുടെ ലിസ്റ്റ് VD സതീശൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതിനേക്കാൾ കഴിവുള്ള ആളുകളുണ്ടായിരുന്നു, അവരെയൊക്കെയും പുറത്തിരുത്തിയിട്ടാണ് നമ്മൾ ഈ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നതെന്ന്. അതായത് അതെന്താണ്, നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്തത്? കുറച്ച് ആളുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇപ്പോഴും മതവും ജാതിയൊക്കെ നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലയെന്നൊന്നുമല്ല. പക്ഷെ അപ്പോൾ പോലും കുറച്ച് സ്ഥാനാർത്ഥികൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇതിലേറ്റവും കഴിവുള്ളയാൾ, ഇതിലേറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാൾ, അയാളുടെ നേതൃത്വത്തിൽ ഒരു ഭരണസംഘം ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ചൊക്കെയാണല്ലോ VD സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് UDFന് ഇത്രയും സീറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഏറ്റവും കഴിവുള്ളവർ ചേർന്ന് ഏറ്റവും കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം രൂപപ്പെടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷേ മന്ത്രിമാരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ ഉള്ള മന്ത്രിമാർ ഈ ലിസ്റ്റിലുള്ളതിനേക്കാൾ കഴിവുള്ളവരെ പുറത്തിരുത്തേണ്ടി വന്നു. അതെന്ത് പറച്ചിലാണ്? ഏറ്റവും കഴിവുള്ള ആൾക്കാരല്ലേ വരേണ്ടത്? മാത്രമല്ല, അങ്ങനെ ഈ ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ VD സതീശൻ അതിൻ്റെ കൂടെ ഒരു ന്യായീകരണം പോലെ പറഞ്ഞത് UDF പോലൊരു പ്രസ്ഥാനത്തിൽ നമുക്കൊരു സോഷ്യൽ ബാലൻസിങ് കൂടി പരിഗണിക്കണം എന്നാണ്. എന്താണ് VD സതീശൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ സോഷ്യൽ ബാലൻസിങ് എന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കിയാലോ. ഇത്തവണത്തെ മന്ത്രിസഭയിൽ 6ഓളം മുസ്ലിം പ്രതിനിധികളുണ്ട്, 6 ക്രിസ്ത്യാനികളുണ്ട്, 9 ഹിന്ദുക്കളുണ്ട്. ഞാൻ ഈ മതം തിരിച്ചിങ്ങനെ പറയേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ സോഷ്യൽ ബാലൻസിങ് എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇത്ര ആളുകളൊക്കെ ശരി, പക്ഷേ ഇതിന് നമുക്ക് കമ്മ്യൂണൽ ബാലൻസിങ് എന്നല്ലേ പറയാൻ പറ്റും. ഇത്ര മതത്തിൽ നിന്നുള്ള ആളുകൾ, ഇത്ര ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞ് തരം തിരിച്ച് മന്ത്രിമാരെ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്മ്യൂണൽ ബാലൻസിങ്. സോഷ്യൽ ബാലൻസിങ് ആണ് എങ്കിൽ 11 വനിതാ MLA-മാരാണ് ഇത്തവണ നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ 9 പേർ UDFിൽ നിന്നുള്ള വനിതാ MLA-മാരാണ്. ആ 9 പേരിൽ 2 ആളുകൾ മാത്രമാണ് VD സതീശൻ മന്ത്രിസഭയിലേക്ക് മന്ത്രിമാരായി വന്നിട്ടുള്ളത്. അതിലൊരാൾ ടേം വ്യവസ്ഥയിലാണെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രഖ്യാപിക്കട്ടെ, നമ്മളായിട്ട് ഊഹിക്കുന്നില്ല. പക്ഷേ അയാൾ ഇത്ര നാളത്തേക്ക് മന്ത്രിയായിരിക്കും, അതിനുശേഷം അവർ രാജിവെച്ചിട്ട് മറ്റൊരു ആൾ ആ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിൽ ടേം വ്യവസ്ഥയിൽ. അങ്ങനെ 9 വനിതാ MLA-മാരിൽ നിന്ന് 2 പേരെ മാത്രമേ നമുക്ക് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുകയും മന്ത്രിസ്ഥാനത്തിൻ്റെ കണക്കുകളൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഡിസ്കഷൻ ലീഗിന് എത്ര മന്ത്രിമാരുണ്ടാകും എന്നുള്ളതായിരുന്നു. മുസ്ലിം ലീഗിലേക്ക് 5 മന്ത്രിമാരെ കിട്ടിയേ പറ്റൂ എന്ന് അവർ പറയുന്നു. 5 എണ്ണം കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇപ്പുറത്തൊരു ഡിസ്കഷൻ നടക്കുന്നു. ആ മന്ത്രിയെ ഈ ഒരു സംവിധാനത്തിലൂടെ വന്ന ആൾ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഇത്രയും ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇന്ന ആളെ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല തരത്തിലാണ് ഇവിടെ ചർച്ചകളുണ്ടായിരുന്നത്. അവരോട് എന്ന് ചോദിച്ചപ്പോൾ VD സതീശൻ അടക്കം പറയും അതൊന്നും നമ്മൾ നോക്കിയിട്ടൊന്നുമില്ല എന്ന്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ നടന്ന ചർച്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ. ഇതൊരു സോഷ്യൽ ബാലൻസിങ് ആയിരുന്നുവെങ്കിൽ തീർച്ചയായും വനിതകൾക്ക് വേണ്ടി ഇത്രയധികം പദ്ധതികൾ ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു വരുന്ന
വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ എന്തുകൊണ്ട് വനിതകൾക്ക് പ്രാതിനിധ്യം ഇത്രയും കുറഞ്ഞു പോയി എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ഇനി മറ്റൊരു ബാലൻസിങ്, ഈ സോഷ്യൽ ബാലൻസിങ് അല്ല, മറ്റൊരു ബാലൻസിങ് കൂടി ഇവിടെ നടന്നിട്ടുണ്ട്. അത് മക്കൾ ബാലൻസിങ് ആണ്. നമ്മൾ കഴിഞ്ഞ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേട്ട ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, പിണറായി വിജയൻ്റെ മരുമോനിസം തുലയട്ടെ. കാരണം പിണറായി വിജയൻ്റെ മരുമകൻ ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി ഇരിക്കുന്നു എന്നുള്ളത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല, ഇത് മറ്റേ നെപ്പോട്ടിസത്തിൻ്റെ വേറൊരു വേർഷനാണെന്നൊക്കെ പറഞ്ഞ് വളരെയധികം അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ മന്ത്രിസഭ മുഴുവൻ ആ ഒരു ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നിരുന്നു. അതിലെ ഏറ്റവും ദുഃഖകരമായൊരു കാര്യം, നമ്മൾ ഈ വിമർശനം ഉന്നയിക്കുന്ന നേതാക്കളും മാധ്യമപ്രവർത്തകരും ഒന്നും ചിന്തിക്കാതെ പോയൊരു കാര്യം, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് ഒരു നേതാവായി ആളുകളെ ഏകോപിപ്പിച്ച് തൻ്റേതായ നിലയ്ക്ക് മത്സരിച്ച് ജയിച്ച MLA ആയി അതിനുശേഷം കഴിവുകൊണ്ട് ആ കഴിവുള്ള ആളാണ് എന്ന് ഓരോ തവണയും തെളിയിച്ചിട്ടുള്ള ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ അത് പിണറായി വിജയൻ്റെ മരുമകനാണ് എന്ന് പറഞ്ഞ് ഇത് മരുമോനിസമാണെന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്ന ആളുകൾ ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നോക്കുമ്പോൾ എത്ര മക്കളുണ്ട്? കെ കരുണാകരൻ്റെ മകൻ, TM ജേക്കബിൻ്റെ മകൻ, CD ഹാജിയുടെ മകൻ, ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ, ബേബി ജോണിൻ്റെ മകൻ, പിന്നെ VK ശ്രീകണ്ഠൻ, അദ്ദേഹം ഇപ്പോഴും ഒരു സിറ്റിംഗ് MP ആണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ. മരുമോനിസമായിരുന്നു പ്രശ്നമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ മരുമോനിസം തുലയട്ടെ, മോനിസം വരട്ടെ എന്ന് പറയണമായിരുന്നു. പക്ഷേ ജനങ്ങളെല്ലാം ഇത് കേൾക്കുന്ന സമയത്ത് ഈ പറയുന്ന ബന്ധുക്കളെ കൊണ്ടുവന്ന് മന്ത്രിമാരാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മരുമോനല്ല, മോനാണ് പ്രാധാന്യമുള്ളത് എന്ന് പറയുന്നൊരു മുദ്രാവാക്യമാണ് നിങ്ങൾ വിളിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. മോനിസവും ഭാര്യസവും ഒക്കെ ഇത്തവണത്തെ മന്ത്രിമാരുടെ ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിതിൻ്റെ അത് മരുമോനിസം പ്രശ്നമാണെന്നോ മോനിസം പ്രശ്നമാണെന്നോ പറയുന്നില്ല. കാരണം മരുമകനായാലും മോനായാലും ഭാര്യ ആയാലും അവർ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ജനങ്ങളുടെ മുന്നിൽ വോട്ട് അഭ്യർത്ഥിച്ച് അവരുടെ കഴിവെന്താണ് എന്നുള്ളത് തെളിയിച്ച്, പിന്നെ അല്ലാതെ നമ്മുടെ കുറേ സാമുദായികമായ വോട്ടും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, എങ്കിൽ പോലും ജനങ്ങളുടെ വോട്ട് നേടിയാണ് അവർ ഈ നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. അവരെ കഴിവനുസരിച്ച്, അവരിപ്പോൾ ഇന്നയാളുടെ മകനാണോ മകളാണോ മൂത്തുമ്മയാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അവരുടെ കഴിവനുസരിച്ച് അവരെ ഏൽപ്പിക്കാവുന്ന വകുപ്പുകൾ ഏൽപ്പിക്കാവുന്നതാണ്. പക്ഷേ മരുമോനിസം തുലയട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ച് മോനിസത്തിന് കൈയടിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. അങ്ങനെയാണെങ്കിൽ മരുമോനിസം വാസ് ഓക്കെ എന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഇനി മോനിസം ബാലൻസിങ് മാത്രമല്ല ഇവിടെ നടന്നിട്ടുള്ളത്, നേതാക്കളുടെ ഫേവറിറ്റിസം ബാലൻസിങ്ങും വളരെയധികം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ മന്ത്രിമാരുടെ ലിസ്റ്റ് പുറത്തു വരുന്ന ആ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ച എല്ലാ മാധ്യമങ്ങളിലും നടന്നത് RCയുടെ ആളുകളാണോ വരിക, KCയുടെ ആളുകളാണോ വരിക, VDSൻ്റെ ആളുകളാണോ വരിക, RCയുടെ ആളുകൾക്ക് എത്ര മന്ത്രിസ്ഥാനം കൊടുക്കും എന്നൊക്കെ പറയുന്ന ചൂട് പിടിച്ച ചർച്ചയായിരുന്നു. നമ്മളിപ്പോഴും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VDS അടക്കമുള്ള ആൾക്കാർ പറയും കോൺഗ്രസ്സിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പിണക്കങ്ങളും പരിപാടികളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. VT ബൽറാം ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരുടെ അമർഷം പരോക്ഷമായും പ്രത്യക്ഷമായും നമുക്ക് മനസ്സിലാവണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് പുള്ളി ഇട്ടിട്ടുള്ളത്. നമുക്ക് മനസ്സിലായെന്ന് പുള്ളിക്കും മനസ്സിലായിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നാലും പരോക്ഷമായിട്ടുള്ള വിമർശനം എന്നുള്ള രീതിയിൽ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം ചേരുമ്പോൾ നേതാക്കളുടെ ഫേവറിറ്റിസം ബാലൻസിങ് ഉണ്ട്, മക്കൾ ബാലൻസിങ് ഉണ്ട്, സാമുദായിക ബാലൻസിങ് ഉണ്ട്. ഇതൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ സോഷ്യൽ ബാലൻസിങ് ആണ് നടന്നത് എന്ന് ദയവേത് പറയരുത് എന്നാണ് പറയാൻ തോന്നുന്നത്. അതിനൊരു ചെറിയ ഉദാഹരണം കൂടി പറയാം. മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിയതിന് ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള വകുപ്പ് തിരഞ്ഞെടുത്തോളാൻ മുഖ്യമന്ത്രി ഇങ്ങോട്ട് ഓഫർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓരോ വകുപ്പുകൾക്കും വേണ്ടി ഓരോ സംഘടനകളും ഇവിടെ നടത്തിയ പോരാട്ടം എന്താണ് എന്നുള്ളതും അവർ ഓരോരുത്തരും മാധ്യമങ്ങളെ കാണുമ്പോൾ ഉള്ളിലെ പിണക്കം മറച്ചു വെച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ഓടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഇഷ്ടമുള്ള വകുപ്പ് എടുത്തോളൂ എന്ന് പറയുന്ന അത്രയും മഹാമനസ്കനായ VDSനോട് എന്നാൽ എനിക്ക് മുഖ്യമന്ത്രി തന്നെ മതി എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നെങ്കിൽ VD സതീശൻ വിട്ടുകൊടുക്കുമോ? സോ ഇവിടെ സോഷ്യൽ ബാലൻസിങ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അധികാരം കിട്ടാൻ വേണ്ടിയുള്ള സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും വ്യക്തികളുടെയും ഒക്കെ ശക്തമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ആ ബാലൻസിങ് ആണ് VD സതീശൻ മന്ത്രിസഭയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലാതെ സോഷ്യൽ ബാലൻസിങ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ മന്ത്രിമാരെയൊക്കെ തീരുമാനിച്ച് സത്യപ്രതിജ്ഞ ചടങ്ങ്, ആ ചടങ്ങിലെത്താതിരുന്ന തമിഴ്നാട് CM ശ്രീ ജോസഫ് വിജയോടാണ് നമുക്ക് ആദ്യമായിട്ടൊരു നന്ദി പറയാനുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിനെ അനലൈസ് ചെയ്ത് മന്ത്രിസഭയുടെ കൂടി തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ജോസഫ് വിജയെ കൊണ്ടുവരാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരുപാട് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്താതിരുന്നതെങ്കിൽ തീർച്ചയായും VD സതീശൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വത്തിനും നമ്മളൊരു നന്ദി പറയുകയാണ്. കാരണം ജോസഫ് വിജയ്
അല്ലെങ്കിൽ ദളപതി വിജയ് കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഓളം, അതുണ്ടാക്കാൻ പോകുന്ന ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാര്യം അത്രയും ആളുകൾ, ഇപ്പോൾ വി ഡി സതീശൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെ നമ്മൾ കണ്ടു എത്രത്തോളം ജനസാഗരമായിരുന്നു എന്ന്. അങ്ങോട്ടേക്ക് വിജയ് കൂടി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അതിഭീകരമാം വിധം ഒരുപക്ഷെ നമ്മുടെ ഫോഴ്സിന് അത്രയൊന്നും അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് ഈ ജനങ്ങളുടെ ഒഴുക്കുണ്ടായേനെ. അതുണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ, അതുപോലെ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങളെ കൃത്യമായി മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമായിരുന്നു. ജോസഫ് വിജയ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ട് ജണ്ട്, മല്ലി, ഹാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിക്കട്ടെ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബൊക്കെ കൊടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇടട്ടെ. അതിനപ്പുറത്തേക്ക് ഒരു പബ്ലിക് ചടങ്ങിലേക്ക് ജോസഫ് വിജയ് പോലൊരാൾ വരിക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇത്രയധികം ജനവികാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചടങ്ങിലേക്ക് അദ്ദേഹം കൂടി കടന്നു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ജനത്തിരക്കിനെ ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളത് അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, വി ഡി സതീശൻ എന്ന് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന വി ഡി സതീശൻ വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞപ്പോൾ ജാതി മത ചിന്തകൾക്ക് അതീതമായി കേരളം മുന്നോട്ട് പോവുകയാണെന്നൊക്കെ പറയുന്ന, ഈ ജാതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശനാവുന്ന, അല്ലെങ്കിൽ അത്രയും നാൾ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു കൗതുകമുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചത് IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും SNDPക്കും ഇടയിലുണ്ടായിട്ടുള്ള ഒരു സംഘർഷമാണ്. അത് വളരെ കൃത്യമായി മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി അവരൊരു ആഘോഷ യാത്ര സംഘടിപ്പിച്ചപ്പോൾ അതിൽ കുറേ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ആ മുദ്രാവാക്യങ്ങൾ SNDPക്കെതിരായിരുന്നു, NSSനെതിരായിരുന്നു. ഇതൊക്കെ സാമുദായിക സംഘടനകളാണ്. ആ മുദ്രാവാക്യത്തിന് NSSൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ SNDPയുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടത്. ആ പ്രതിഷേധ പ്രകടനങ്ങളിൽ SNDPയുടെ ഭാഗത്തുനിന്ന് മാറാടും മലബാർ ലഹളയും ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അത് നമ്മൾ ഈ ചരിത്രം അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് ശരിയാണ്. ചരിത്രം അറിഞ്ഞിരിക്കുന്നത് ചരിത്രം ആവർത്തിക്കാനല്ല, ചരിത്രത്തിലെ പ്രശ്നങ്ങൾ ഇനിയൊരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കാനാണ്. മാറാട് കലാപം എത്രത്തോളം ഭീകരമായിരുന്നു എന്നും എത്ര ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. മലബാർ ലഹളയും എത്രത്തോളം ഭീകരമായിരുന്നു എന്നുള്ളതും അറിയാവുന്നതാണ്. അപ്പോൾ ഈ രണ്ടിടങ്ങളിലും സംഭവിച്ചത് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഈ സാമുദായിക സംഘടനയ്ക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ള ആ ഒരു പ്രശ്നം ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് പറഞ്ഞത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇറ്റ്സ് ഗ്രഡ്ജ്. അതിന് ഞങ്ങൾ അന്നും ഇന്നും പ്രതികാരം വീട്ടിയിട്ടില്ല, പക്ഷേ പ്രതികാരം വീട്ടാൻ ഞങ്ങൾ സന്നദ്ധരാണെന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറേ ഹിഡൻ സാധനങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. മുസ്ലിം ലീഗും ഒട്ടും മോശമായിരുന്നില്ല. അവരുടെ മുദ്രാവാക്യം വിളിയിലുണ്ടായിരുന്നത് കേരളം ഇനി ലീഗ് ഭരിക്കും, ലീഗിൻ്റെ നിയമങ്ങൾ വരും എന്നൊക്കെ പറയുന്നത് പോലത്തെ മുദ്രാവാക്യം വിളികളായിരുന്നു. ആ മുദ്രാവാക്യം വിളികളും കേരളം പോലൊരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഇന്ത്യ പോലൊരു മതേതര രാഷ്ട്രത്തിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവാത്ത കാര്യങ്ങളാണ്. ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായ ഒരു നടപടി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായും അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്തരം വാദപ്രതിവാദങ്ങളെ വളരാൻ വിടുക എന്ന് പറയുന്നത് തീർച്ചയായും കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തിന്, നമ്മുടെ സാമുദായിക ഐക്യത്തിന് ഒട്ടും ചേരുന്നതല്ല. അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുമ്പോഴും ജാതിക്ക് വേണ്ടിയും മതത്തിന് വേണ്ടിയും ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള, ചിന്തിക്കുന്ന, അപ്പുറത്തിരിക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കുന്ന മനുഷ്യർ കേരളത്തിലുണ്ട് എന്നുള്ള പ്രതീക്ഷ ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ ഒന്നുമല്ലാത്ത ഈ പുറമേ ചിരിച്ച് കാണിക്കുകയാണെങ്കിലും ഉള്ളിൽ ഈ വൈരാഗ്യം, അതും തലമുറകളുടെ വൈരാഗ്യം വരെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ യാതൊരു തരത്തിലും സ്പാർക്ക് ചെയ്യാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി തീർച്ചയായും അഭിനന്ദനാർഹമാണ്. തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളത് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കണം. SNDPയുടെ ഭാഗത്തുനിന്ന്, NSSൻ്റെ ഭാഗത്തുനിന്ന്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ജനങ്ങൾക്ക് മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരിക എന്ന് പറയുന്നത്, അവരുടെ സ്വത്തിനും ആരോഗ്യത്തിനും ഭീഷണി ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. സോ ഇത്തരം എലിവേഷൻസ് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും നമ്മുടെ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ ഒരു പത്രസമ്മേളനം വിളിച്ചു. അദ്ദേഹം അതിൽ വളരെ അഭിമാന പുരസ്സരം അനൗൺസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ സാലറി 3000 രൂപ കൂടി കൂട്ടി 12,000 ഉയർത്തുന്നു എന്നുള്ളതായിരുന്നു. അവരുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്, ഇലക്ഷന് മുമ്പ് അവർ പ്രഖ്യാപിച്ചിരുന്നത് ആശാ വർക്കർമാരുടെ സാലറി 21,000 ഉയർത്തുമെന്നാണ്. ആശാ വർക്കർമാർക്ക് ഓൾറെഡി സാലറി ഉണ്ടായിരുന്നത് 9,000 രൂപയാണ്. അത് 21,000 ഉയർത്തുമെന്ന് പറയുമ്പോൾ 12,000 രൂപയുടെ ഹൈക്ക്
ഹൈക്കാണ് ഒരു സർക്കാർ രൂപീകരിക്കാൻ പറ്റിയാൽ ഞങ്ങൾ തരാമെന്ന് അവർ ഓഫർ ചെയ്യുന്നത്. അതിൽ 3000 രൂപയുടെ വർധന നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് ഭയങ്കര കുറഞ്ഞു പോയല്ലോ, 12,000 കൂട്ടി കൊടുക്കാമെന്ന് നിങ്ങൾ ആകെ 3000 കൊടുത്തുള്ളൂ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ 5 വർഷം കൊണ്ട് 12,000 എന്ന് പറയുന്ന ആ ഹൈക്കിലേക്ക് എത്തിക്കാം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പ്രതിവർഷം ഏതാണ്ട് 2,400 രൂപ വെച്ച് വർദ്ധിപ്പിക്കേണ്ടതാണ്. അതിൽ ആദ്യ തവണ തന്നെ 3000 കൂട്ടുക എന്ന് പറയുന്നത് തീർച്ചയായും നല്ല കാര്യമാണ്. പക്ഷേ ഇത് വി.ഡി. സതീശൻ മന്ത്രിസഭ ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലുള്ള കുറേ ചിത്രീകരണങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ആശാവർക്കർമാരുടെ സാലറി 500 രൂപയാണ്. അവിടെ നിന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയ സമയത്ത് അത് 750 ആക്കി ഉയർത്തി. ചില കണക്കുകളിൽ നമ്മൾക്ക് മുന്നിലുള്ളത് ഈ ന്യൂസും മീഡിയയൊക്കെ ആണല്ലോ. അങ്ങനെ ചില കണക്കുകളിൽ 750 എന്നും ചില കണക്കുകളിൽ 1000 രൂപയെന്നും ഉണ്ട്. എന്തായാലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 750നും 1000ത്തിനിടയിലുള്ള ആ തുകയിലേക്ക് ആശാവർക്കർമാരുടെ സാലറി ഉയർത്തി. അവിടെ നിന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000-ൽ നിന്ന് 9,000-ലേക്ക് ആശാവർക്കർമാരുടെ സാലറി പടിപടിയായി ഉയർത്തിയിട്ടുള്ളത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. 1000-ൽ നിന്ന് 9,000-ലേക്ക് എന്ന് പറയുമ്പോൾ 10 വർഷം കൊണ്ട് 8,000 രൂപയുടെ ഹൈക്കാണ്. നമുക്കതിനെ കൃത്യം ഈ പറയുന്ന എമൗണ്ടുകൾ വെച്ചിട്ടൊന്നും അല്ലെങ്കിലും പ്രതിവർഷം 800 രൂപ എന്ന് പറയുന്ന ഒരു കണക്കിൽ അവരുടെ ഹൈക്ക് കണക്കാക്കിയാൽ പോലും കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളിൽ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഇവനൊരു വ്യക്തിക്ക് പോലും മുന്നോട്ട് പോകാൻ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ് ഒരു വർഷം 800 രൂപയുടെ വർധനമെന്ന് പറയുന്നത്. അവിടെ നിന്ന് 2,400 രൂപയുടെ വർധനവ് കൊടുക്കും എന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഈ മന്ത്രിസഭ ഓഫർ ചെയ്യുമ്പോൾ അത് തീർച്ചയായും നടപ്പിലാവണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികളില്ലേ സാമ്പത്തികമായി എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. കാരണം ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹം വിളിച്ച പത്രസമ്മേളനത്തിൽ ഈ ആശാവർക്കർമാരുടെ ശമ്പളം കൂട്ടുന്നത് മാത്രമല്ല പറഞ്ഞത്, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കും എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം അത് ജൂൺ 15-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് വി.ഡി. സതീശൻ്റെ പ്രഖ്യാപനം വന്നത്. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം അതായത് KSRTC പോലെയുള്ള യാത്രാ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളുടെ യാത്ര പൂർണ്ണമായും ഈ സ്ത്രീകളുടെ യാത്ര സൗജന്യമാകും എന്ന് വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ ഈ ജനങ്ങൾ അത് കേൾക്കുന്നത് എല്ലാ സ്ത്രീകളുടെയും KSRTCയിലെ യാത്ര സൗജന്യമാക്കുമെന്നാണ്. ചിലപ്പോൾ അവർക്ക് കണ്ടീഷൻസ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഇവരാരും കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര എന്ന് പറയുന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടാവും. അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത് 15-ാം തീയതി വരെ സമയമുണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് ആലോചിച്ച് അവരൊരു തീരുമാനത്തിലെത്തി നമ്മളെ അറിയിക്കും. പക്ഷേ കുറേ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാ KSRTC ബസ്സുകളിലും എല്ലാ സ്ത്രീകൾക്കും സൗജന്യം എന്നാണ്. ആ പറയുന്ന കാര്യത്തിന് അതങ്ങനെയാണ് സംഭവിക്കാമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ KSRTCക്ക് അത് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം വളരെ ഭീമമാണ്. കാരണം വീണ്ടും പറയുന്നു, പൊതുഗതാഗത സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഉപയോഗിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അത് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് വന്നപ്പോൾ അവർ പത്രസമ്മേളനം വിളിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞിരുന്നു, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ അനുവദിച്ചാൽ ഈ യാത്രക്കാരെല്ലാം KSRTCയിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ. ഒന്നാമത് KSRTCക്ക് അത്രയും സംവിധാനങ്ങളില്ല അല്ലെങ്കിൽ സർവീസുകളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ യാത്രക്കാരും കൂടി പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് വളരെ വലിയൊരു കെണിയിലേക്കാണ് ചെന്ന് വീഴുക എന്ന് അവർ പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ പറ്റും. KSRTC ഓൾറെഡി നഷ്ടത്തിൽ നിന്ന് പതിയെ കരകയറാൻ ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ഒരു 100 കോടി അടുത്തൊക്കെ പ്രതിമാസം നഷ്ടം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക ആഘാതത്തെ സർക്കാർ എങ്ങനെയാണ് നേരിടുക? അതിനോടൊപ്പം പ്രൈവറ്റ് ബസ് ഓണേഴ്സിന് നഷ്ടം വരാൻ പോകുന്ന തുകയെ അതിനെ എങ്ങനെയാണ് സർക്കാർ അവർ വ്യവസായികളാണ്. കേരളം വ്യവസായികൾക്ക് പറ്റിയ സംസ്ഥാനമല്ല എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഓൾറെഡി ഉണ്ട്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങൾക്ക് ഉപകാരമുണ്ടാവുന്ന ഒരു സേവനം പ്രൊവൈഡ് ചെയ്യുന്ന വ്യവസായികളാണ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ആ ഓണേഴ്സ് എന്ന് പറയുന്നത്. അവർക്കുണ്ടാവുന്ന നഷ്ടത്തിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി അവർക്കുണ്ടാകാൻ പോകുന്നൊരു കടക്കണിയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ സർക്കാർ എന്ത് നടപടി എടുക്കും എന്നുള്ളത് നമ്മുടെ മുന്നിലെ ചോദ്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ മെയിനായിട്ട് വരുന്നത് ഈ പൈസ എന്ന് പറയുന്നൊരു വിഷയമാണ്. സർക്കാർ ഖജനാവിൽ എന്തുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയും നഷ്ടങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയൊക്കെ എങ്ങനെയാണ് പണം കണ്ടെത്താൻ പോകുന്നതെന്ന് പറയുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ധവളപത്രം പുറത്തിറക്കും എന്നാണ് അവർ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. ധവളപത്രം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് സാധാരണക്കാർക്ക് പോലും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സമഗ്രമായ ഒരു കണക്ക് പുറത്തുവിടലാണ്. തീർച്ചയായും ധവളപത്രം ഇറങ്ങേണ്ടത് ആവശ്യമാണ്. കാരണം LDFൻ്റെ ഭാഗത്ത് നിന്ന് ഭരണം ഒഴിഞ്ഞു പോയ LDFൻ്റെ ഓരോ നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നത് നമ്മൾ അത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിട്ടില്ല. ഇനി കടം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഓൾറെഡി ആ കടം വീട്ടാൻ പാകത്തിന് പ്രാപ്തരായിട്ടുള്ളൊരു സംസ്ഥാനമാണ് എന്നാണ്. എന്നാൽ അതേസമയം AK ആൻ്റണി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ പുള്ളി വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രിയായിരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് ഉണർന്നു വന്നാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. മുണ്ട് മുറുക്കി ഉടുക്കേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്തിനെന്ന് പറഞ്ഞപ്പോൾ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ
ആണല്ലോ എന്ന് തോന്നിപ്പോയി. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പലപ്പോഴായി കേട്ടിട്ടുണ്ട്, ഞാനൊക്കെ ആ സമയത്ത് കുഞ്ഞാണ്, അപ്പോൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചത് നടപ്പിലായി വരാൻ സമയമെടുക്കും. കാരണം സർക്കാർ മുണ്ട് മുറുക്കി ഉടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന്. പിന്നെ പലരായിട്ട് പല മാധ്യമങ്ങളുമായിട്ടുള്ള കോൺവെർസേഷൻസിൽ ഓൾറെഡി UDFൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞു, സർക്കാർ കടത്തിലാണ്, ഇവിടെ ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ നിലവിലെ കേരള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാവസ്ഥ എന്താണ് എന്നറിയാനുള്ള അവകാശം ജനങ്ങളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ നമുക്കുണ്ട്. ധവളപത്രം പുറത്തിറക്കുന്നത് വളരെ മികച്ചൊരു തീരുമാനമാണ്. ഇനി കുറച്ച് രസകരമെന്ന് തോന്നിയ ഒരു കാര്യവും അതിൻ്റെ കൂടെ വളരെ മോശമായി തോന്നിയ ഒരു കാര്യവും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 13-ാം നമ്പർ കാർ മന്ത്രിമാർക്കാർക്കും വേണ്ടത്രേ. ഈ മന്ത്രിമാർക്ക് കാർ കൊടുക്കുമ്പോൾ അതിന് ഓരോന്നിനും 1 മുതൽ നമ്പേഴ്സാണല്ലോ കൊടുക്കുക. അങ്ങനെ 13-ാം നമ്പർ കാർ, ഈ 13 എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന നമ്പറാണെന്ന് പറയുന്ന തെറ്റായിട്ടുള്ളൊരു വിശ്വാസം നമ്മുടെ സമൂഹത്തിലുടനീളമുണ്ട്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ മന്ത്രിമാർക്കൊക്കെ പേടിയാണ്. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം, തൊട്ട് മുൻപത്തെ LDF മന്ത്രിസഭയിൽ മിനിസ്റ്ററായിരുന്ന P. പ്രസാദ്, അദ്ദേഹം ഈ 13-ാം നമ്പർ കാറാണ് ഉപയോഗിച്ചിരുന്നത്. പുള്ളി 5 വർഷം തികച്ചു. പുള്ളി വലിയ വിവാദങ്ങളിലൊന്നും ചെന്ന് പെട്ടിട്ടില്ല. കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 5 വർഷം പ്രോപ്പറായി 13-ാം നമ്പർ കാർ ഓടിയിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാതിരുന്ന എന്തോ ഒരു പ്രശ്നം എനിക്ക് വന്നാലോ എന്നൊക്കെ പറഞ്ഞ് മന്ത്രിമാർ പേടിക്കുക. ഇത്രയും ജനങ്ങളുടെ സമ്മതിയുള്ള, ഇത്രയും പോലീസുകാരുടെ പ്രൊട്ടക്ഷനുള്ള, ഇത്രയും അധികാരങ്ങളൊക്കെയുള്ള മന്ത്രി പേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. പിന്നെ അവരുടെ ഓരോരോ വിശ്വാസങ്ങളെന്ന് വിചാരിക്കാം. പക്ഷേ 9-ാം നമ്പർ കാറിലേക്ക് KM ഷാജി കയറി കഴിഞ്ഞപ്പോൾ ഷാജിക്കയുടെ ആരാധകരൊക്കെ പാഞ്ഞു വന്നു. ഷാജിക്ക, നമുക്ക് ഈ നമ്പർ വേണ്ട, ഈ നമ്പറിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾ നമ്പർ മാറ്റിക്കളി എന്ന് പറഞ്ഞപ്പോൾ KM ഷാജി ആ നമ്പർ വേണ്ടെന്ന് വെക്കുകയും ആ നമ്പർ രമേശ് ചെന്നിത്തല ചോദിച്ചു വാങ്ങുകയും ചെയ്തു. ഈ 9-ാം നമ്പർ കാറിലേക്ക് കയറുക, അല്ലെങ്കിൽ 9-ാം നമ്പർ എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ ഷാജിക്ക ഈ കാരണം നമ്പർ നമുക്ക് വേണ്ടെന്നൊക്കെ പറയുന്ന ആ വീഡിയോ ഒക്കെ വന്നപ്പോൾ അതിൻ്റെ താഴെ മുഴുവൻ ഒരു ജെൻഡറിനെ അവഹേളിക്കുന്ന കമൻറ്റുകളാണ് നിറഞ്ഞു നിന്നിരുന്നത്. അല്ലെങ്കിൽ ഒരു പുരുഷത്വം എന്ന് പറയുന്ന ആ കഴിവിനെയൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഈ 9 എന്ന് പറയുന്നത് സാമൂഹ്യമായി കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്തിനെയാണ് അല്ലെങ്കിൽ ആരെയാണ് ഈ 9 എന്ന് പറയുന്ന നമ്പർ വെച്ച് അധിക്ഷേപിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതെന്നുള്ളത്. അതിന് ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുകളെയും നമുക്കറിയാം. LGBTQ കമ്മ്യൂണിറ്റിയെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിലൊക്കെ ക്ലാസ് എടുത്ത് നടക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ 9 എന്ന് പറയുന്ന ഒരു പ്രയോഗം, അത് ആരാധകർ വന്നപ്പോഴേക്കും എന്നാൽ പിന്നെ വേണ്ട, നമുക്കത് മാറ്റിയേക്കാം എന്ന് KM ഷാജി തീരുമാനിക്കുമ്പോൾ എനിക്കതൊരു പോസിറ്റീവ് മെസ്സേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ആണായാൽ ഇങ്ങനെയായിരിക്കണം, പെണ്ണായാൽ ഇങ്ങനെയായിരിക്കണം, ആണും പെണ്ണും ആവാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ഇതിനപ്പുറത്തോ, മനുഷ്യരെന്ന് പറയുന്ന ഒരു സ്പെക്ട്രം ഓഫ് ജീവികളാണ്. അതിൽ ആണായും പെണ്ണായും ഇരിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ കുഴപ്പമുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന, എന്ന് പഠിപ്പിക്കുന്ന ആളുകളുടെ ആ തത്വത്തിനെ നമ്മുടെ മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്, അവർക്ക് നീതി ഉറപ്പാക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് നമ്മളിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. 13-ഉം 9-ഉം മാറ്റി നിർത്തപ്പെടേണ്ടതോ പേടിക്കേണ്ടതോ പേടിപ്പിക്കേണ്ടതോ ആയിട്ടുള്ള സംഖ്യകളല്ല, മനുഷ്യരുമല്ല. അത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനിയും വരും ദിവസങ്ങളിലും നമുക്ക് ഇവർ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും, അല്ലാതെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും, ഇതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം ഒരു ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ 12 പേര് 6 പേര് 8 പേര് എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്നേ ന്യൂസ് ചെയ്യുള്ളൂ. ഒറ്റയ്ക്ക് വാർത്ത വായിക്കാൻ മറന്നുപോയോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലത്തെ ഡിസ്കഷൻസാണ് പലയിടത്തും. അപ്പോൾ അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നൊരു കാര്യം, നമുക്കൊരു 6 മാസം സമയം കൊടുക്കാം, ഒരു 3 മാസം ഹണിമൂൺ പീരീഡ് കൊടുക്കാം എന്നൊക്കെയാണ്. അങ്ങനെ ഹണിമൂണിന് വിടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത് എന്നുള്ളത് ജനങ്ങളായ നമ്മളെങ്കിലും മനസ്സിലാക്കണം. മാധ്യമപ്രവർത്തകർക്ക് വിമർശിക്കാൻ, അവർ വിമർശിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളായിരിക്കുമല്ലോ. അപ്പം കുറച്ചൊരു സമയം കൊടുക്കാം എന്നുള്ള രീതിയിൽ അവർ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ നമുക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഹണിമൂണൊന്നും കൊടുക്കുന്ന പരിപാടിയില്ല. ഇനി വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളത് തീർച്ചയായും നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.